RSSന്റെ കാര്യാലയം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകുമെന്ന് സന്ദീപ് വാര്യർ ഇപ്പോഴും RSS തന്നെയാണെന്ന് LDF നേതാക്കൾ ആരോപിക്കുന്നതിനിടയിലാണ് RSS പക്ഷ നിലപാട് തുടരുമെന്ന സൂചന നൽകി സന്ദീപ് വാര്യർ രംഗത്ത് വന്നത്. ഹിന്ദുത്വ വർഗീയവാദി സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നുവെങ്കിലും ഇതുവരെ RSSനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. സന്ദീപ് ഇപ്പോഴും RSSകാരനാണെന്ന് ചൂണ്ടിക്കാണിച്ച CPIM നേതാവ് AK ബാലനാണ് സന്ദീപ് വാര്യർ RSSന് ഭൂമി നൽകുമെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഈ കഴിഞ്ഞ നവംബർ 4-ാം തീയതി സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് വഴി ലോകത്തെ അറിയിച്ചത് 2 വർഷം മുമ്പേ എൻ്റെ അമ്മ മരണക്കിടക്കയിൽ കിടന്ന ഘട്ടത്തിൽ, മരണത്തെ മുഖാമുഖം കണ്ട ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് സംഘപരിവാർ പ്രവർത്തനത്തിന് വേണ്ടി, RSS പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ള സ്ഥലം വിട്ടുകൊടുക്കാമെന്നാണ്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട സന്ദീപ് വാര്യർ കാര്യാലയം നിർമ്മിക്കാനായി RSSന് ഭൂമി നൽകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് 1 വർഷം കൂടി ഞാൻ കാത്തിരിക്കും. ആ സ്ഥലം എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് അതെനിക്ക് മാറ്റാൻ സാധിക്കില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. 1 വർഷം ഞാൻ കാത്തിരിക്കും. ആ 1 വർഷത്തിനുള്ള അവർ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മയുടെ, കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് രേഖകൾ, കാരണം അന്ന് അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ അമ്മ കൊടുത്ത വാക്കെന്ന് ഞാൻ പിന്മാറില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ 1 വർഷം സമയം കൊടുക്കും. ആ 1 വർഷം സമയത്തിനുള്ളിൽ, കുറേ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, 1 വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. കോൺഗ്രസിൽ ചേർന്നെങ്കിലും RSSുമായുള്ള ബന്ധം തുടരുമെന്ന സൂചനയാണ് സന്ദീപ് വാര്യർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി.